ഭൂമിദേവിയുടെയും ജലദേവിയുടെയും സംയുക്തമായ ഒരു പ്രതിരൂപം പ്രകാശമാനമായ ഒരു രൂപത്തിൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം അതിഗംഭീരവും അതേസമയം ശാന്തവുമായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യരൂപം മൃദുലമായി പൊഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹവും ഈ പ്രകൃതിയോടുള്ള ആദരവും എന്നെ സ്പർശിച്ചു. ഈ പ്രദേശത്തെയും ഇവിടെയുള്ള ജീവജാലങ്ങളെയും ഈ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊരു വഴിയുണ്ട്. പക്ഷേ അതിന് വലിയൊരു ത്യാഗം ആവശ്യമാണ്. മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ത്യാഗം. കുറുവനും കുറുത്തിയും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരു നിമിഷം പോലും സംശയം ഉണ്ടായിരുന്നില്ല. എന്ത് ത്യാഗം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ദേവി. ഞങ്ങളുടെ ജീവൻ പോലും ഈ നാടിനായി സമർപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. കുറുവൻ ധീരതയോടെ പറഞ്ഞു. കുറുത്തി അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിലും അതേ നിശ്ചയദാർഢ്യം നിറഞ്ഞു നിന്നു. ദിവ്യരൂപം പുഞ്ചിരിച്ചു. നിങ്ങളുടെ സ്നേഹം അനശ്വരമാണ്. ആ സ്നേഹം ഈ മണ്ണിന്റെ ശക്തിയായി മാറും. നിങ്ങൾ ഇരുവരും ഈ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വരും തലമുറകൾക്ക് ജലസമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ജീവിക്കുന്ന സ്മാരകങ്ങളായി മാറും. നിങ്ങൾ കൂറ്റൻ പാറകളായി രൂപാന്തരപ്പെടും. നിങ്ങളുടെ ദേഹങ്ങൾ ഈ നദിയെ തടഞ്ഞു നിർത്തും. അവർ ആ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിച്ചു. തങ്ങളുടെ സ്നേഹം ഈ മണ്ണിന് ജനങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറുമെന്ന് അവർ അറിഞ്ഞു. അവസാനമായി അവർ പരസ്പരം പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ മരണഭയമല്ല, അനശ്വരമായ സ്നേഹത്തിന്റെ തിളക്കമായിരുന്നു. ആ നിമിഷം കുറുവനും കുറുത്തിയും പതിയെ കൂറ്റ പാറകളായി രൂപാന്തരപ്പെട്ടു. അവരുടെ ശരീരങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി. വെള്ളപ്പൊക്കം ക്രമേണ ശാന്തമായി. കാലങ്ങൾ കടന്നുപോയി. ആദിവാസി ഗോത്രങ്ങൾ തലമുറകളായി ഈ കഥ കൈമാറി. കുറുവനും കുറുത്തിയും രൂപാന്തരപ്പെട്ട പാറകളെ അവർ ആരാധിച്ചു. പിന്നീട് ആധുനിക മനുഷ്യൻ ഈ പ്രദേശത്തൊരു മഹാത്ഭുതം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കുറുവനും കുറുത്തിയും തടഞ്ഞു നിർത്തിയ നദിക്കു കുറുകെ അവർ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മയ്ക്കായി ഒരു ബൃഹത്തായ അണക്കെട്ട് ഉയർന്നു വന്നു. അതാണ് ഇടുക്കി ആർച്ച് ഡാം. ഇന്നും ഡാമിന്റെ ഇരുവശങ്ങളിലുമുള്ള കൂറ്റൻ മലകളെ കുറുവൻമല എന്നും കുറുത്തിമല എന്നും അറിയപ്പെടുന്നു. അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന്റെ ഹൃദയത്തിലൂടെ ഒരു പ്രണയബന്ധം പോലെ ഇടുക്കി ഡാം തലയുയർത്തി നിൽക്കുന്നു. ഈ ഡാം വെറും പാറയും സിമന്റുമല്ല. അത് സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, പ്രകൃതിയോടുള്ള ആദരവിന്റെ, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ്. ഓരോ തുള്ളി വെള്ളവും ഓരോ മെഗാവാട്ട് വൈദ്യുതിയും ആ ദമ്പതികളുടെ നിസ്വാർത്ഥമായ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇടുക്കി ഡാം കേവലം ഒരു ജലസംഭരണിയല്ല, അത് പെരിയാറിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു അനശ്വരമായ പ്രണയ കാവ്യമാണ്.